ഡിയർ ഫ്രണ്ട്സ്, നെപ്പാം ഗേളിൻ്റെ നോട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വാൻ ദി കിം ഫുക്, എ വിക്ടിം ഓഫ് ദ വിയറ്റ്നാം വാർ, എക്സ്പീരിയൻസ്ഡ് ഡീപ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ട്രോമ. ചിൽഡ്രൻ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഹെർ ഹീലിംഗ് പ്രോസസ്. അതായത് അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടൊരു ട്രോമ തന്നെയാണ് അവൾ ചെറിയ കുട്ടിയാകുമ്പോൾ അനുഭവിച്ച എന്താ പറയുക സ്ട്രഗിൾസൊക്കെ. അപ്പോൾ അവൾ അതിന് തരണം ചെയ്ത് വരാനായിട്ട് അവളുടെ കുട്ടികൾ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് പറയണത് ചിൽഡ്രനെ അവളൊന്ന് റീകണക്ട് ചെയ്തു. അതായത് ഇന്നസെൻസ്, നിഷ്കളങ്കമായിട്ടും സന്തോഷമായിട്ടും അവളുടെ വാറിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും നിഷ്കളങ്കതയൊക്കെ അവൾക്ക് തിരിച്ചു കൊടുത്തത് അവളുടെ കുട്ടികളാണ്. അതുപോലെ തന്നെ ആ കുട്ടികളുടെ സന്തോഷവും അവളിനെ കെയർ ചെയ്യലും അവളുടെ കുട്ടിക്കാലം, അവൾക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം അവൾക്ക് തിരിച്ച് കിട്ടുകയാണ് ചെയ്തത്. അത് അവളുടെ ഒരു റിക്കവറി ആയി മാറുകയാണ് ചെയ്തത്. പിന്നെ പറയണത് സെക്കൻഡ്ലി, കിം ഫൗണ്ട് പർപ്പസ് ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ വാർ. പിന്നീട് അവൾ ഈ ഹീലിംഗ് പ്രോസസ്സിലൂടെ ചെയ്തത് അവളോട് തെറ്റ് ചെയ്തവരെ ഉപദ്രവിക്കാനല്ല അവൾ പോയത്, മറിച്ച് അവൾ അനുഭവിച്ച വിഷമം അനുഭവിച്ച കുട്ടികളെ സഹായിക്കാനാണ് ഈ കിം ശ്രമിച്ചത്. ബൈ supporting and caring for them, she was able to transform her own suffering into someone meaningful positive. അതായത് അവൾ അനുഭവിച്ച വിഷമം പോസിറ്റീവായി കണ്ട്, അതായത് പോസിറ്റീവായി കാണാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അവളോട് തെറ്റ് ചെയ്തവരോട് തിരിച്ച് തെറ്റ് ചെയ്യാതെ അതേ വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു നന്മ ചെയ്തതിലൂടെ എന്നതാണ് ഈ പോസിറ്റീവിലൂടെ ഉദ്ദേശിക്കുന്നത്. മോറെവർ ചിൽഡ്രൻ ഇൻസ്പയർഡ് ഹെർ ടു ഡെവലപ്പ് ഫോർഗിവ്നെസ് ആൻഡ് കമ്പാഷൻ. അങ്ങനെ ചിൽഡ്രനിലൂടെ അവൾ ക്ഷമിക്കാനും, അതായത് അവൾക്കൊരു ചിൽഡ്രൻസിൻ്റെ മനസ്സിലും ഒരു കമ്പാഷൻ, അതായത് അനുകമ്പ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു. ആ കുട്ടികളുടെ പ്യുവർ ലവിങ്ങും പ്യുവറായിട്ടുള്ള ദയർ എന്നുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയി പോയതാണ്. ആ കുട്ടികളുടെ ബിഹേവിയർ അവളുടെ ദേഷ്യത്തു നിന്നും, അതായത് ഒരുപാട് വെറുക്കപ്പെട്ട ജീവിതത്തിൽ നിന്നും മാറാനൊക്കെ അവളെ സഹായിച്ചു. അങ്ങനെ അവൾ മറ്റുള്ളവരെ സഹായിക്കണം അവളുടെ ജീവിതത്തിലൊരു വേർതിരിവായി കാണാൻ തുടങ്ങി. അവളുടെ കുട്ടികളായിട്ടുള്ള ഇൻ്ററാക്ഷൻ അവളുടെ ഒരു പീസ് ആക്ടിവിസ്റ്റായി മാറാനായി സഹായിച്ചു. അതായത് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാളായിട്ട് അവൾക്ക് മാറാനായി സഹായിച്ചു. അങ്ങനെ ഈ ലോകത്ത് തന്നെ കുട്ടികളുടെ, അതായത് വെൽഫെയർ ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അവൾക്ക് സഹായിച്ചു. സ്പ്രെഡിങ് മെസ്സേജസ് ഫോർ പീസ് ആൻഡ് ഹോപ്പ്, സമാധാനത്തിനും പ്രതീക്ഷയ്ക്കും വേണ്ടിയുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലോട്ട് കൈമാറാനായിട്ട് അവൾക്ക് സാധിച്ചു. ദസ് ചിൽഡ്രൻ പ്ലേഡ് വൈദർ റോൾ ഇൻ കിം ഹീലിംഗ് ബൈ റിസ്റ്റോറിങ് ഹെർ ജോയ്. അതായത് കിമ്മിൻ്റെ ഹീലിംഗ്, അതായത് എല്ലാം മറക്കാൻ കഴിഞ്ഞു.